എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ LBS നഴ്സിംഗ് ആൻഡ് പാരാമെഡിക്കൽ ഡിഗ്രി കോഴ്സുകളിലേക്കുള്ള സെക്കൻഡ് അലോട്ട്മെൻറ്റ് പുനഃപ്രസിദ്ധീകരിച്ചത് പ്രകാരം വിദ്യാർത്ഥികൾക്ക് പുതുതായിട്ട് അലോട്ട്മെൻറ്റ് ലഭിക്കുകയോ അല്ലെങ്കിൽ മറ്റൊരു കോഴ്സിലേക്ക് അലോട്ട്മെൻറ്റ് വഴി മാറ്റം ലഭിക്കുകയോ ചെയ്യുകയായി എക്സ്ട്രാ വല്ല ഫീ പേയ്മെൻറ്റും ഉണ്ട് എങ്കിൽ വിദ്യാർത്ഥികൾക്ക് ഫീ പേയ്മെൻറ്റ് ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് ഇന്ന് വൈകുന്നേരം 5 മണി വരെയാണ്. അപ്പോൾ ആദ്യമായിട്ട് അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾ ആണെങ്കിൽ LBS വെബ്സൈറ്റിൽ ലോഗിൻ ചെയ്ത ശേഷം ലോഗിൻ ചെയ്ത പേജിൽ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് പേജിലാണ്. അതിനുശേഷം സൈഡിലായിട്ട് ഇതുപോലെ 3 ലൈൻസ് കാണാം. അതിൽ ക്ലിക്ക് ചെയ്ത് അലോട്ട്മെൻറ്റ്സിൽ ക്ലിക്ക് ചെയ്ത് പബ്ലിഷ്ഡ് അലോട്ട്മെൻറ്റ്സ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് മേക്ക് പേയ്മെൻറ്റ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഓൺലൈനായിട്ട് ഫീ പേയ്മെൻറ്റ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ബാങ്ക് വഴിയും ഫീ പേയ്മെൻറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഓൺലൈനായിട്ട് ഫീ പേയ്മെൻറ്റ് ചെയ്യുന്നതായിരിക്കും കൂടുതൽ നല്ലത്. അപ്പോൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത് ഈ രീതിയിൽ ഫീ പേയ്മെൻറ്റ് ചെയ്ത ശേഷം നിങ്ങൾക്ക് സീറ്റ് നിങ്ങൾക്ക് കൺഫേം ചെയ്യാവുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, ഈ ഒരു സെക്കൻഡ് അലോട്ട്മെൻറ്റ് പുനഃപ്രസിദ്ധീകരിച്ചത് കാരണം വിദ്യാർത്ഥികൾക്ക് ലഭിച്ച ആ ഒരു സീറ്റ് നഷ്ടപ്പെട്ടിട്ടുണ്ട് എങ്കിൽ നിങ്ങൾ അടുത്ത തേർഡ് അലോട്ട്മെൻറ്റിനായിട്ട് വെയിറ്റ് ചെയ്യേണ്ടതാണ്. കാരണം നിലവിൽ അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു സെക്കൻഡ് അലോട്ട്മെൻറ്റ് ഫ്രീസ്ഡ് എന്നുള്ള രീതിയിലായിരിക്കും നിങ്ങൾക്ക് അവിടെ നിങ്ങളുടെ ആ ഒരു അലോട്ട്മെൻറ്റ് സ്റ്റാറ്റസ് പേജിൽ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റുക. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ അടുത്ത തേർഡ് അലോട്ട്മെൻറ്റിനായിട്ട് വെയിറ്റ് ചെയ്യേണ്ടതാണ്. അതായത് ഈ ഒരു അലോട്ട്മെൻറ്റ് ലഭിക്കുകയും എന്നാൽ അത് ഫ്രീസ് ചെയ്യപ്പെടുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങനെയാണ് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു തേർഡ് അലോട്ട്മെൻറ്റിനായിട്ട് വേണ്ടിയിട്ടുള്ള ഓപ്ഷൻ റീ അറേഞ്ച്മെൻറ്റ്, അതുപോലെ തന്നെ ഹയർ ഓപ്ഷൻ റിമൂവൽ, അതുപോലെ തന്നെ ന്യൂ കോളേജ് ആഡ് ചെയ്യൽ എന്നിങ്ങനെയുള്ള അവസരം ഇന്ന് വൈകുന്നേരം 5 മണി വരെയാണ് ഉണ്ടായിരിക്കുക. അപ്പോൾ പുതുതായിട്ട് വന്നിട്ടുള്ള കോളേജുകൾ എന്ന് പറയുന്നത് അൽമാസ് കോളേജ് ഓഫ് നഴ്സിംഗ് മലപ്പുറം, അതുപോലെ അസിസി കോളേജ് ഓഫ് നഴ്സിംഗ് കോട്ടയം, അതുപോലെ കോളേജ് ഓഫ് നഴ്സിംഗ് ഗുരു എഡ്യൂക്കേഷൻ ട്രസ്റ്റ് കോട്ടയം, അതുപോലെ രുക്മിണി കോളേജ് ഓഫ് നഴ്സിംഗ് തിരുവനന്തപുരം, കോപ്പറേറ്റീവ് കോളേജ് ഓഫ് നഴ്സിംഗ് തിരുവനന്തപുരം. അപ്പോൾ ഇത്രയും കോളേജുകളും ഈ ഒരു സെൽഫ് ഫിനാൻസ് വിഭാഗത്തിലാണ് വരുന്നത്. അപ്പോൾ സെൽഫ് ഫിനാൻസ് ആയതുകൊണ്ട് തന്നെ അതിനനുസരിച്ച് ഏകദേശം ആദ്യ വർഷം നിങ്ങൾക്ക് ഏകദേശം 1,00,000 സംതിങ് രൂപയാണ് ഫീസ് വരിക. അതായത് 1,10,000 രൂപയാണ്. അതിൽ 10,000 രൂപ കോഷൻ ഡെപ്പോസിറ്റാണ് വരിക. പിന്നീടുള്ള വർഷങ്ങളിൽ 1,02,000 രൂപയാണ് ഫീസ് ഇനത്തിൽ നിങ്ങൾക്ക്, അതായത് ട്യൂഷൻ ഫീ, സ്പെഷ്യൽ ഫീ ഇനത്തിൽ വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പുതുതായിട്ട് വന്നിട്ടുള്ള സെൽഫ് ഫിനാൻസ് കോളേജ് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓപ്ഷൻസ് ആയിട്ട് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇനി വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഹയർ ഓപ്ഷൻ റിമൂവൽ എന്നുള്ളതാണ്. അപ്പോൾ ഹയർ ഓപ്ഷൻ എന്തിനാണ് റിമൂവ് ചെയ്യേണ്ടത് എന്നുള്ളത് പല വിദ്യാർത്ഥികളും ചോദിക്കുന്ന ഒരു പ്രധാനപ്പെട്ട സംശയമായിരിക്കും. അപ്പോൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾക്ക് ഇപ്പോൾ ഈ ഒരു സെക്കൻഡ് അലോട്ട്മെൻറ്റ് പുനഃപ്രസിദ്ധീകരിച്ച ശേഷം ലഭിച്ച കോളേജാണ് താല്പര്യം ഉള്ളത് എങ്കിൽ, അതായത് നിങ്ങൾക്കിപ്പോൾ ആദ്യമായിട്ട് ആണ് അലോട്ട്മെൻറ്റ് കിട്ടിയത്, അല്ലെങ്കിൽ ഈ ഒരു സെക്കൻഡ് അലോട്ട്മെൻറ്റ് വന്നപ്പോൾ അതായത് പുനഃപ്രസിദ്ധീകരിച്ചപ്പോൾ പുതിയൊരു കോളേജിലേക്കാണ് അലോട്ട്മെൻറ്റ് കിട്ടിയത്, അല്ലെങ്കിൽ ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ തന്നെ നിങ്ങൾക്ക് ഒരു കോളേജാണ് കിട്ടിയിട്ടുള്ളത്, അതായത് ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ കോളേജ് കിട്ടിയിട്ടുണ്ട്, ആ ഒരു കോളേജ് തന്നെയാണ് മതി എങ്കിൽ, അതായത് നിങ്ങൾക്ക് നിലവിൽ ലഭിച്ച കോളേജിൽ തന്നെയാണ് താല്പര്യം ഉള്ളതെങ്കിൽ, ആദ്യമായിട്ടാണ് ലഭിച്ചതെങ്കിൽ ടോക്കൺ ഫീ പേയ്മെൻറ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ എക്സ്ട്രാ ഫീ പേയ്മെൻ്റ് ഉള്ള വിദ്യാർത്ഥികൾ, അതായത് ആദ്യം നിങ്ങൾക്ക് ഗവൺമെൻറ് കോളേജിൽ MLT കോഴ്സാണ് കിട്ടിയതെങ്കിൽ നിങ്ങൾക്ക് 20,860 രൂപയാണ് ഫീസ് വരുന്നത്. അതേസമയം നിങ്ങൾക്ക് പിന്നീട് ഈ ഒരു അലോട്ട്മെൻറ്റ് പുനഃപ്രസിദ്ധീകരിച്ച സമയത്ത് നിങ്ങൾക്ക് BSc നഴ്സിംഗ് കോഴ്സിലേക്കാണ് അലോട്ട്മെൻറ്റ് കിട്ടിയത് എന്ന് കരുതുക. അപ്പോൾ അങ്ങനെ അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടുണ്ട് എങ്കിൽ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു എക്സ്ട്രാ ആയിട്ട് ഒരു ഫീ പേയ്മെൻറ്റ് ഉണ്ടാകും. അതായത് ഏകദേശം 23,150 രൂപയാണ് ഗവൺമെൻറ് കോളേജിലെ ഫീസ്. അപ്പോൾ അതിൽ നിന്ന് 800 രൂപ കുറച്ച് ഏകദേശം 2,000 സംതിങ്ങോളം രൂപ നിങ്ങൾ അടക്കേണ്ടതായിട്ട് വരും. അപ്പോൾ ആ ഒരു പൈസ നിങ്ങൾ ഈ ഒരു മേക്ക് പേയ്മെൻറ്റ് ഓപ്ഷൻ വഴി നിങ്ങൾ ഓൺലൈനായിട്ടോ അല്ലെങ്കിൽ ചലാൻ ഉപയോഗിച്ച് ബാങ്ക് വഴിയോ അടക്കാനായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ എന്തിനാണ് ഈ ഒരു ഓപ്ഷൻ റീ അറേഞ്ച്മെൻറ്റ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യം നോക്കാം. ഓപ്ഷൻ റീ അറേഞ്ച്മെൻറ്റ് പ്രത്യേകിച്ച് നിർബന്ധമുള്ള കാര്യമല്ല, അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്താൽ മതി. എന്നാൽ നിങ്ങൾക്ക് ഇപ്പോൾ ലഭിച്ച ഒരു ഓപ്ഷൻ 5ാമത്തെ ഓപ്ഷനാണ് അലോട്ട്മെൻറ്റ് കിട്ടിയത് എങ്കിൽ നിങ്ങളുടെ ഓപ്ഷൻ ലിസ്റ്റിൽ 1 മുതൽ 4 വരെയുള്ള ഓപ്ഷനും പുതുതായിട്ട് വന്നുള്ള 5ാമത്തെ 5 കോളേജുകളും കാണാൻ പറ്റും. 5 കോളേജുകൾ പുതുതായിട്ട് ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ ഓപ്ഷൻ ലിസ്റ്റിൽ അത് ആഡ് ചെയ്യപ്പെടുകയുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ലഭിച്ച ഓപ്ഷൻ തന്നെയാണ് സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ളത് എങ്കിൽ അതിന് മുകളിലുള്ള ഹയർ ഓപ്ഷൻസ് ഒക്കെ റിമൂവ് ചെയ്ത് കൊടുക്കേണ്ടതാണ്. അതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങളുടെ ആ ഒരു ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് പേജിൽ അത് ലോഗിൻ ചെയ്ത ശേഷം ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് പേജിൽ നിങ്ങൾക്ക് ഓപ്ഷൻ റീ അറേഞ്ച്മെൻറ്റുള്ള ഓപ്ഷൻ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിലവിൽ അവിടെ വേക്കൻസി അല്ല, നിങ്ങളുടെ ഹയർ ഓപ്ഷൻസ് ഇപ്പോൾ 5ാമത്തെ ഓപ്ഷനാണ് കിട്ടിയതെങ്കിൽ 1 മുതൽ 4 വരെയും, അതുപോലെ പുതുതായിട്ട് വന്ന 5 കോളേജ് ആഡ് ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ടാവും. അപ്പോൾ അതിൽ നിങ്ങൾക്ക് ഈ ഒരു ഹയർ ഓപ്ഷൻ റിമൂവ് ചെയ്യണമെങ്കിൽ എല്ലാ ഓപ്ഷൻസും റിമൂവ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് റിമൂവ് ചെയ്ത് സേവ് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ എല്ലാ ഓപ്ഷൻസും റിമൂവ് ചെയ്യപ്പെട്ടു. നിങ്ങൾക്ക് നിലവിൽ ലഭിച്ച ആ ഒരു കോളേജ് അവിടെ സെക്യൂർ ആവുകയും ചെയ്തു. കാരണം ഓൾറെഡി ഫീ പേയ്മെൻറ്റ് ചെയ്തിട്ടുള്ളത് കൊണ്ട് തന്നെ ആ ഒരു ഓപ്ഷൻസ് സെക്യൂർ ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് നിങ്ങൾ ഓപ്ഷൻസ് റീ അറേഞ്ച്, അതായത് റിമൂവ് ചെയ്യേണ്ടത്.
ഒന്നുകൂടി ജസ്റ്റ് ഒരു ഉദാഹരണം നിങ്ങൾക്ക് പറഞ്ഞു തരാം. അതായത് നിങ്ങൾക്കിപ്പോൾ 5ാമത്തെ ഓപ്ഷനാണ് കിട്ടിയതെന്ന് കരുതുക. അപ്പോൾ 5ാമത്തെ ഓപ്ഷനാണ് കിട്ടിയത് എങ്കിൽ അതിന് മുകളിലുള്ള 1 മുതൽ 4 വരെയുള്ള ഓപ്ഷനാണ് നിങ്ങൾ നൽകിയ ഓപ്ഷൻ ലിസ്റ്റിൽ കാണാൻ പറ്റുക. അപ്പോൾ 5ാമത്തെ ഓപ്ഷൻ തന്നെയാണ് നിങ്ങൾക്ക് മതി. അതായത് 5ാമത്തെ ഓപ്ഷൻ തന്നെ, അതായത് ആ ഒരു കോഴ്സിൽ നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആണ്, ഇനി ഹയർ ഓപ്ഷൻസ് ഒന്നും നോക്കുന്നില്ല എന്നാണ് എങ്കിൽ, നിങ്ങൾക്ക് നിലവിൽ ലഭിച്ച ആ ഒരു കോളേജിൽ തന്നെ അഡ്മിഷൻ മതി എന്നാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഈ മുകളിലുള്ള ഹയർ ഓപ്ഷൻസ് റിമൂവ് ചെയ്ത് കൊടുക്കണം. ഇങ്ങനെ റിമൂവ് ചെയ്തിട്ടില്ലെങ്കിലുള്ള പ്രോബ്ലം എന്താണെന്ന് നോക്കാം. തേർഡ് അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് ഇപ്പോൾ മറ്റൊരു ഓപ്ഷനിലേക്കാണ് അലോട്ട്മെൻറ്റ് മാറ്റം ലഭിച്ചതെങ്കിൽ നിങ്ങൾക്ക് നിലവിൽ ലഭിച്ച സീറ്റ് പോവുകയും പുതുതായിട്ട് അലോട്ട്മെൻറ്റ് ലഭിച്ച കോളേജിൽ ജോയിൻ ചെയ്യേണ്ടതായിട്ടും വരുന്നതായിരിക്കും. അതുപോലെ ആദ്യം ലഭിച്ച ആ ഒരു സീറ്റ് പോവുകയും ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നിലവിൽ അലോട്ട്മെൻറ്റ് ലഭിച്ച കോളേജ് സാറ്റിസ്ഫൈഡ് ആണ് എങ്കിൽ ഹയർ ഓപ്ഷൻസ് റിമൂവ് ചെയ്ത് കൊടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾ ഈ ഒരു രീതിയിലാണ് ഹയർ ഓപ്ഷൻ റിമൂവ് ചെയ്യണം എന്ന് പറയുന്നത്. അതായത് നിങ്ങൾക്ക് നിലവിൽ ലഭിച്ച ആ ഒരു ഓപ്ഷൻ സാറ്റിസ്ഫൈഡ് ആണ്, ഹയർ ഓപ്ഷൻസ് ഇനി പരിഗണിക്കേണ്ടതില്ല എങ്കിൽ ഹയർ ഓപ്ഷൻസ് റിമൂവ് ചെയ്ത് കൊടുക്കുക. ഇനി വിദ്യാർത്ഥികൾക്ക് ഓപ്ഷൻ റീ അറേഞ്ച്മെൻറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഓപ്ഷൻ്റെ സ്ഥാനം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചേഞ്ച് ചെയ്ത് കൊടുക്കലാണ്. അതായത് ഓപ്ഷൻ നമ്പർ ചേഞ്ച് ചെയ്ത് കൊടുക്കലാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും അതിൽ ഓപ്ഷൻ വേണ്ട എന്നാണെങ്കിൽ ഈ ഒരു ഓപ്ഷൻ രജിസ്ട്രേഷൻ പേജിലുള്ള റിമൂവ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് ഒരു ഓപ്ഷൻ വേണ്ടാത്ത ഓപ്ഷൻ ഏതാണോ അത് റിമൂവ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് അതായത് നിങ്ങൾക്കിപ്പോൾ ഈ ഒരു എല്ലാ ഓപ്ഷനും അവിടെ നിലനിർത്തണം എന്നാണെങ്കിൽ അത് നിലനിർത്താം. അതുപോലെ പുതുതായിട്ട് വന്നിട്ടുള്ള 5 സെൽഫ് ഫിനാൻസ് കോളേജുണ്ട്, അത് വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഇന്ന് വൈകുന്നേരം 5 മണി വരെയാണ് ഈ ഒരു രീതിയിൽ ഓപ്ഷൻ റീ അറേഞ്ച്മെൻറ്റ്, അതുപോലെ ഓപ്ഷൻ ആഡ് ചെയ്യൽ, അതുപോലെ ഹയർ ഓപ്ഷൻസ് റിമൂവ് ചെയ്യൽ എന്നിങ്ങനെയുള്ള അവസരവും, അതുപോലെ തന്നെ ആദ്യമായിട്ട് അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾക്കും അതുപോലെ തന്നെ എക്സ്ട്രാ വല്ല ഫീ പേയ്മെൻ്റ് ഉള്ള വിദ്യാർത്ഥികൾക്ക് ആ ഒരു ഫീ പേയ്മെൻറ്റ് ചെയ്യാനുള്ള അവസരവും ഇന്ന് വൈകുന്നേരം 5 മണി വരെയാണ്. അപ്പോൾ ഈ ഒരു അവസരം നിങ്ങൾ ഉപയോഗിക്കുക. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് കരുതുന്നു. ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.